എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഞണ്ട് റോസ്റ്റാണ് വെക്കുന്നത്. അതെങ്ങനെയാണ് വെക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1 കിലോ ഞണ്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയെടുത്ത് കറി വെക്കാം. അപ്പോൾ ഈ ഞണ്ടിന് ഇത് ഞണ്ടിൻ്റെ പൊന്നെന്നാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് പൊന്നൊന്നും വേണ്ട, നമുക്കതൊക്കെ കളഞ്ഞിട്ടെടുക്കാം. കണ്ടോ, 1 കിലോ ഞണ്ടാണ്. അപ്പം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വാങ്ങിച്ച ഞണ്ടിൽ ഇത് കണ്ടോ, ഇതുപോലെ വലയുടെ ടങ്കീസാന്ന് തോന്നുന്നു. വലയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഞണ്ട് ക്ലീനാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ നമുക്ക് വലിയ താമസമൊന്നുമില്ലാതെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയ സാധനമാണ് ഞണ്ട്. പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ഇത് പക്ഷേ വലയുടെ കെട്ട് വീണേക്കുന്ന കൂട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം. ഇതൊക്കെ വേണ്ടാത്തവർ ഇതിങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതി. ആ വലയുടെ സാധനം ഇരിക്കുന്നതുകൊണ്ടായിരുന്നു നമുക്ക് ഇത്ര പാട് വന്നത്. ഈ 2 കാലും നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഇങ്ങനെ ഒടിച്ച് ഉണ്ടോ, ഇത് ഇവിടുത്തെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം, കറി വെക്കാം കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ഒടിച്ച് മാറ്റിയിട്ടാണ് വെക്കുന്നത്. കണ്ടോ, ഒന്നും കൂടെ കാണിച്ചു തരാം, ഒട്ടും പാടില്ലാതെ. ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കേസ് കേട്ട്. ഇതെല്ലാം ഒന്ന് അടത്തി കളയുക. വലിയ ക്ലാരിറ്റി ഒന്നും ഉള്ള മൊബൈലല്ല കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി കളറൊക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട്. കണ്ടോ, അപ്പം നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണാം. അപ്പം നമ്മൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇത് നമുക്ക് കളയാനുള്ളതാണ്, മൊത്തം വേസ്റ്റാണ്. നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് ഇതാണ് നമുക്ക് കിട്ടിയ സാധനം. 1 കിലോ ഞണ്ട് വാങ്ങിച്ചതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കറി അടുപ്പയിലേക്കാം. അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുളക് പൊടിയും കൂടെ വേണം, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കാം. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അത് നിറച്ച് വെള്ളം, ചട്ടി ആയതുകൊണ്ട് വെള്ളം പറ്റാനായിട്ട് പാടാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ശരിക്കും ആയില്ല, ഒരുമാതിരി വഴന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സവോളയും തേങ്ങാക്കൊത്തും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവരവരെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പൊടി ചേർക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി, ഇതിൻ്റെ കൂടെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടവർക്ക് കുരുമുളക് കൂടുതലിടുകയോ കുറച്ചിടുകയോ ഒക്കെ ചെയ്യാം. ഞാനൊരു ലേശമേ ചേർത്തിട്ടുള്ളൂ. ഒത്തിരി എരിവായാൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് ശകലം ചേർത്തത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതിൽ കൂടുതൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ശകലം മീറ്റ് മസാല, അതുപോലെ തന്നെ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താണിത് കേട്ടോ. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞണ്ട് കറി റെഡി. നമ്മളിതിലേക്ക് ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് മൂടി വെക്കാം. തിളച്ച ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ ഇച്ചിരിയുടെ വെള്ളം കൂടി. ഇനി വെള്ളം നന്നായിട്ട് പറ്റി റെഡിയായിട്ട് വേണം ഞണ്ട് കറി നമുക്ക് നിർത്താനായിട്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഈ കറിവേപ്പില ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. ഉള്ളവർക്ക് ഏറെ ഇടാം കേട്ടോ. ഈ സമയത്ത് ഏറെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെക്കാം. അതവിടെ ഇരുന്ന് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെച്ചിട്ട് 10-15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ പറ്റി. ഞാൻ പറഞ്ഞ രീതിയിൽ മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. വേറെ കറിയൊക്കെ ഉള്ളതൊക്കെ മുളക് കറിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇതിന് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറി കണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് ഈ സമയത്ത് വേണ്ടവർ ഉപ്പൊക്കെ ഇടുക. ഞാൻ നേരത്തെ ഇട്ടത് കറക്റ്റ് ഉപ്പായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരാതിരുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കറി ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് വേണേൽ വറുത്തരച്ചൊക്കെ വെക്കാം. ഞണ്ട് ഏത് രീതി വേണേലും നമുക്ക് ഞണ്ട് കറി വെക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി. കണ്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.